നമസ്കാരം. ചൈനയ്ക്ക് 8ന്റെ പണി ഇനി കേരളത്തിൽ നിന്നും ലഭിക്കും. ചൈനയുടെ കുത്തകയായിരുന്ന സ്ഥിരകാന്ത നിർമ്മാണം ഇനി കേരളത്തിൻ്റെ സ്വന്തം KMML ഏറ്റെടുത്ത് ചെയ്യും. ലോകത്ത് ആവശ്യമായ സ്ഥിരകാന്തത്തിൻ്റെ 90% ചൈനയാണ് നിർമ്മിക്കുന്നത്. 7280 കോടിയുടെ കേന്ദ്ര പദ്ധതിയാണ് നടക്കാൻ പോകുന്നത്. ഉപഗ്രഹങ്ങൾ, ഇലക്ട്രിക് മോട്ടോറുകൾ, പ്രതിരോധ സാമഗ്രികൾ, ജനറേറ്ററുകൾ, മൊബൈൽ ഫോണുകൾ, കാറ്റാടി യന്ത്രങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ സ്ഥിരകാന്തമാണ് കേരളത്തിൽ നിർമ്മിക്കാൻ നീക്കം നടക്കുന്നത്. പ്ലാന്റ് നിർമ്മിച്ച് നിശ്ചിത വിലയ്ക്ക് ലഭ്യമാക്കാൻ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് കേന്ദ്രം. കേരളത്തിൽ സ്ഥിരകാന്തം നിർമ്മിക്കാൻ കഴിഞ്ഞാൽ ചൈനയുടെ കുത്തകയ്ക്കാണ് ഇളക്കം തട്ടാൻ പോകുന്നത്. ഊർജ്ജ മേഖലയിൽ വൻതോതിലുള്ള വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നതോടെ ഇന്ത്യയിൽ സ്ഥിരം കാന്തങ്ങളുടെ ആവശ്യം കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 53,000 മെട്രിക് ടണ്ണിലധികം സ്ഥിരകാന്തങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ സ്ഥിരകാന്തങ്ങളുടെ ഉപഭോഗം ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ നിലവിൽ ഇറക്കുമതിയിലൂടെയാണ് പ്രധാനമായും നമ്മുടെ ആവശ്യം നിറവേറ്റുന്നത്. സ്ഥിരകാന്തം നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ കേരളത്തിലില്ല. കേരളത്തിൻ്റെ തീരത്തുള്ള ധാതുമണലിൽ ഇതിനുള്ള അപൂർവ ലോഹങ്ങളുണ്ട്. മണൽ KMMLന്റെ പക്കലുമുണ്ട്. എന്നാൽ ടെക്നോളജി കേന്ദ്രത്തിൻ്റെ കൈവശമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ ഈ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള കേന്ദ്ര സ്ഥാപനമായ നോൺ ഫെറസ് മെറ്റീരിയൽസ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉൾപ്പെട്ട കൺസോർഷ്യം രൂപീകരിക്കും. അസംസ്കൃത വസ്തുക്കൾ രൂപീകരിക്കാനുള്ള സ്ഥലത്തിനായി തിരുവനന്തപുരം ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിനെയും സ്ഥിരകാന്തങ്ങളുടെ വിൽപ്പനയ്ക്ക് കെൽട്രോണിനെയും കൺസോർഷ്യത്തിൻ്റെ ഭാഗമാക്കും. ഇതോടെ കേന്ദ്രം നിർദ്ദേശിച്ച യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ച് കേന്ദ്രത്തിൻ്റെ ടെൻഡറിൽ കേരളത്തിന് പങ്കെടുക്കാനാകും. 7280 കോടിയാണ് കേന്ദ്രം പദ്ധതിക്കായി നീക്കിവെച്ചിരിക്കുന്നത്. 7 കേന്ദ്രങ്ങൾക്ക് അനുമതിയും കിട്ടും. പദ്ധതിയിലെ 1500 കോടി പ്ലാന്റ് നിർമ്മാണത്തിനും ബാക്കി തുക സ്ഥിരകാന്ത നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും ഇൻസെൻറ്റീവായി നൽകും. കേന്ദ്ര ഹെവി ഇൻഡസ്ട്രീസ് മന്ത്രാലയം ക്ഷണിച്ച ടെൻഡറിൽ 36 സ്വകാര്യ ഏജൻസികൾ ബിഡ് സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന ഏജൻസികളെയാകും ഇതിനായി തിരഞ്ഞെടുക്കുക.